അസ്സലാമു അലൈക്കും. എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അതിക്രൂരമായ ഒരു കൊലപാതകം. ഒരുപക്ഷെ ഈ ഒരു അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒന്നും രണ്ടുമല്ല, ഒരു കുടുംബത്തിലെ 5 പേരെയാണ് അഫ്വാൻ എന്ന് പറയുന്ന വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് അതിക്രൂരമായിട്ടായിരുന്നു കൊലപ്പെടുത്തിയത്. അതിൽ കൊല്ലപ്പെട്ടവരിൽ സ്വന്തം സഹോദരനുണ്ടായിരുന്നു, പെൺ സുഹൃത്തുണ്ടായിരുന്നു, സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു, അതോടൊപ്പം തൻ്റെ ഉപ്പയുടെ ഉമ്മയും ഉണ്ടായിരുന്നു. മാത്രമല്ല, തൻ്റെ ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ആ ഉമ്മ മരണത്തിൽ നിന്നും കരകയറിയിരിക്കുന്നു. അവർ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രി ചികിത്സയിൽ കഴിയുകയാണ്. അള്ളാഹു ആ ഉമ്മയുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. വർഷങ്ങളായി ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ ചികിത്സയുമായി കഴിയുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മയാണ് അതിക്രൂരമായി ഈ നരാധമൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഉമ്മയാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് കഴുത്തിൽ ഷോള് കൊണ്ട് ഞെരുക്കി ആ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഉമ്മയെ മർദ്ദിച്ച് റൂമിനകത്ത് പൂട്ടിയിട്ടതിന് ശേഷം ഇവൻ അവിടെ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഇവൻ നേരെ പോയത് സൽമ എന്ന് പറയുന്ന ഇവൻ്റെ പിതാവിൻ്റെ ഉമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പോയതിനു ശേഷം ഇവൻ ആ ഉമ്മയോട് സ്വർണം ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കാതിരുന്നപ്പോൾ അതിൻ്റെ വൈരാഗ്യത്താലാണ് ആ ഉമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇവൻ പറയുന്നത്. പ്രായമായ ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവരെ അത് ക്രൂരമായി തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നും ഇവൻ നേരെ പോയത് തൻ്റെ ഉപ്പയുടെ സ്വന്തം ജ്യേഷ്ഠനായ, അതായത് വലിയാപ്പയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ട് ലത്തീഫിനെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഷാഹിദയും കൊലപ്പെടുത്തുന്നു. ആ 2 പേരെയും കൊലപ്പെടുത്തിയത് സമാനമായ രീതിയിൽ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ചുകൊണ്ടായിരുന്നു. ഒരു മൽപിടുത്തത്തിൻ്റെ, ഒരു ബലപ്രയോഗത്തിൻ്റെ അടയാളങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ അവിടെ എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് 2 പേരെയും അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തൻ്റെ പെൺസുഹൃത്തായ ഫർസാനയും കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ചുകൊണ്ട് മുകളിലത്തെ മുറിയിൽ തൻ്റെ പെൺസുഹൃത്തായ ഫർസാനയും ഇതേ മാതൃകയിൽ അതിക്രൂരമായി തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് അവിടേക്ക് സ്കൂൾ വിട്ട് തൻ്റെ സ്വന്തം അനുജൻ ഹഫ്സാൻ വരികയാണ്. പിന്നീട് അവിടെ നിന്നും തൻ്റെ അനിയൻ ഇഷ്ടപ്പെട്ട കുഴിമന്തി ബിരിയാണിയൊക്കെ കൊണ്ട് വാങ്ങിക്കൊടുത്തതിന് ശേഷം ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ പോലും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിൽ 5 പേരെയാണ് നിഷ്കരുണം ഈ നരാധമൻ ഇല്ലാതാക്കി കളഞ്ഞത്. അതിനുശേഷം ഇവൻ ബിരിയാണിയിൽ എലിവിഷമൊക്കെ ചേർത്ത് ആത്മഹത്യക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടുത്തെ പോലീസുകാരും അവിടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരും പറഞ്ഞ കാഴ്ച വളരെയധികം ലാഘവത്തോടുകൂടി, ഒരു തെറ്റും ചെയ്യാത്തതുപോലെ, ഒരു ഭയം പോലും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയ്യിൽ താക്കോലും കറക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ കയറിപ്പോയത്. എന്നിട്ട് നിസ്സാരം പോലെ പറയുകയാണ്, ഏതോ ചെറിയ ഒരു പ്രാണികളെ കൊല്ലുന്ന തള്ളുന്നത് പോലെ സ്റ്റേഷനിലേക്ക് കയറി ചെന്നുകൊണ്ട് പറയുകയാണ്, സാർ, ഞാൻ 5-6 തട്ടിയിട്ടുണ്ട് എന്ന്. അവൻ്റെ ആ ഒരു ഭയമില്ലായ്മയുണ്ടല്ലോ, അത് നൽകിയത് ഭരണകൂടങ്ങൾ തന്നെയാണ്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ തന്നെയാണ്. കാരണം എത്ര പേരെ കൊന്നു തള്ളിയാലും തനിക്ക് ആശ്രയം തരാനും ഭക്ഷണം തരാനും പോലീസും ജയിലുമുണ്ട് എന്നുള്ള ആ ഒരു വ്യക്തമായ ബോധ്യമുണ്ടല്ലോ. അതുതന്നെയാണ് അവനെ അങ്ങനെ സ്റ്റേഷനിലേക്ക് വളരെയധികം ലാഘവത്തോടുകൂടി ഒരു ഭയപ്പാടില്ലാതെ കയറി ചെല്ലാനുള്ള പ്രചോദനമായി മാറിയത്. എത്രയെത്ര കൊലപാതകം നമ്മുടെ കേരളത്തിൽ നടന്നു. ആ കൊല ചെയ്തവരെല്ലാം ജയിലിൽ സുഖത്തോടുകൂടി ജീവിക്കുകയാണ്. നല്ല ഭക്ഷണവും നല്ല താമസവും പോരാഞ്ഞിട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കൃത്യമായ ഒരു ശമ്പളവും കൊടുത്തുവിടുന്ന ഒരു സംവിധാനം. ജയിലുകളിൽ നിന്നും ഇത്രയധികം സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യാതിരിക്കുക? ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കർശനമാകുന്ന കാലത്തോളം വീണ്ടും ഇതുപോലെ, ഒരുപക്ഷെ ഇതിനേക്കാൾ വീണ്ടും അതിക്രൂരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇവിടെയും പതിവ് പോലെ വില്ലൻ അവൻ തന്നെയാണ്. അതെ, ലഹരി. ആദ്യഘട്ട പരിശോധനയിൽ ഈ ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ മണിക്കൂറുകളോളം ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിക്കിടയിൽ ഇത്തരത്തിൽ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഓരോ വീടുകളിൽ ചെന്നുകൊണ്ട് അതിക്രൂരമായി തലയ്ക്കടിച്ച് ഇത്തരത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത്
അവൻ്റെ ഉള്ളിൽ ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. കാരണം ലഹരി അടിച്ച് തലയിൽ കയറുന്ന സമയത്ത് അവനല്ലാതായി മാറുകയാണ്. താൻ തല്ലിച്ചതയ്ക്കുന്നത്, ക്രൂരമായി കൊലപ്പെടുത്തുന്നത് തൻ്റെ ഉമ്മയാണെന്നോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരനാണെന്നോ കൂടപ്പിറപ്പാണെന്നോ ഒരു കൃത്യമായ ഒരു ബോധ്യവും അവനില്ലായിരിക്കും. കാരണം അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് മാരകമായ ലഹരി വസ്തുവാണ്. ആ ലഹരി തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ കാലയളവിനുള്ളിൽ നിരവധി ഉമ്മമാരുടെ, നിരവധി കൂടപ്പിറപ്പുകളുടെ, എല്ലാവരുടെയും ജീവനെടുത്ത് കളഞ്ഞത്. ലഹരിയുടെ മത്തുപിടിച്ച് ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തിയിട്ടും അതിനെതിരെ ഒന്ന് നിയമം ശക്തമാക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും പോലീസ് സംവിധാനങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെയോ മക്കൾക്കാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനാണ് ഇത് സംഭവിക്കുന്നത് എങ്കിലേ അതിൻ്റെ പ്രയാസവും കാഠിന്യവും അവർ തിരിച്ചറിയുകയുള്ളൂ. അന്നവർ നിയമം ശക്തമാക്കും. അതുവരെ അവർ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തു പിടിക്കുന്നത് കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മളതങ്ങ് കണ്ടിട്ടും കണ്ടില്ലാത്ത മട്ടിൽ നടിച്ചു പോവുകയാണ്. പക്ഷെ നമ്മളിലേക്ക് വന്ന് ചേരുമ്പോഴേ, നമ്മുടെ കുടുംബത്തിലൊക്കെ അത് സംഭവിക്കുമ്പോഴേ അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും നാം തിരിച്ചറിയുകയുള്ളൂ. ലഹരി മാത്രമാണോ കാരണമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ലഹരി മാത്രമല്ല, മദ്യം, മയക്കുമരുന്ന്, വഴിവിട്ട പ്രണയബന്ധങ്ങളും അതോടൊപ്പം പണത്തോടുള്ള ആർത്തിയും അതിനേക്കാളേറെ വയലൻസ് അടക്കമുള്ള കുറ്റകൃത്യങ്ങളെയും ക്രൂരതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അത്തരത്തിൽ മനുഷ്യന്റെ ചിന്തകളിലേക്ക് ക്രൂരതയും തിന്മകളും ഒക്കെ കുത്തിനിറയ്ക്കുന്ന അങ്ങനെയുള്ള വയലൻസ് സിനിമകൾ ഇത്തരം ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രചോദനമായി മാറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഈ അടുത്ത കാലത്തായി തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ മകന്റെ മൊബൈൽ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലവൻ ഏറ്റവും കൂടുതലും കണ്ടത് മാർക്കോ എന്ന് പറയുന്ന വയലൻസ് സിനിമയിലെ പാട്ടുകളും രംഗങ്ങളും ഒക്കെയായിരുന്നു. ദൃശ്യം സിനിമ മോഡലിൽ ഇവിടെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അതിക്രൂരമായി കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രചോദനമായി മാറുന്നത്. നോക്കൂ, ഈ അഫ്വാൻ എന്ന് പറയുന്ന ഈ ഒരു കൊടും കുറ്റവാളി, ആ ഒരു കുറ്റവാളിയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആരോടൊന്നിനും പോകാത്ത, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, ആരോടും ഒന്നിനും പോകാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു നിശബ്ദനായ ഒരു ചെറുപ്പക്കാരൻ. പള്ളിയിൽ പോകാറുണ്ടത്രേ, നോമ്പ് പിടിക്കാറുണ്ടത്രേ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങൾക്കൊരിക്കലും ഇത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ പോലും മൊത്തത്തിൽ അന്താളിച്ചു നിൽക്കുകയാണ്. നോക്കൂ, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒരു മനുഷ്യനെ നമുക്ക് അളക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് അത് പടച്ചിറബിനല്ലാതെ മറ്റാർക്കും അറിയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചിന്തിക്കും, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കുട്ടിയാണെന്നൊക്കെ. പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്കാർക്കും തന്നെ അറിയില്ല. പക്ഷെ ആരൊക്കെ കണ്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി വീക്ഷിക്കുന്ന പടച്ചറബ അള്ളാഹു ഉണ്ട്. മറ്റാരെ പറ്റിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിനെ നമുക്ക് പറ്റിക്കാൻ കഴിയില്ലല്ലോ. ഈ ഒരു വിഷയത്തിലും പല വർഗീയവാദികളും ഇവിടെ മതം കലർത്തിക്കൊണ്ട് അതിനെ വർഗീയപരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. എന്തു പറയാനാണ് ഇത്തരം ആളുകളോട്? ഇതിലും മതവർഗീയത കണ്ടെത്തുന്നവന്മാരെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മതം കലർത്താതെ, വർഗീയത ഉണ്ടാക്കാതെ, ഉള്ള കാലത്തോളം പരസ്പരം സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കൂ. പരസ്പരം തമ്മിലടിക്കാതെ, പരസ്പരം വിദ്വേഷവും വർഗീയതയും ഉണ്ടാക്കാതെ, ഈ ലഹരിയിൽ നിന്നും, ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും, കൊലപാതകങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് അത്തരം ചർച്ചകളുമായി രംഗത്ത് വരൂ. നമുക്കെല്ലാവർക്കും ഇവിടെ സമാധാനമായി സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതുണ്ട്. അതിനായി നാം ചെയ്യേണ്ടത് ലഹരി എന്ന് പറയുന്ന മാരകമായ ആ ഒരു വസ്തു, അതിനുവേണ്ടി കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ, അത്തരം ലഹരി വസ്തുക്കൾ ഇവിടെ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാനും നമ്മളെല്ലാവരും രംഗത്ത് വരേണ്ടതുണ്ട്. കൊലപാതകങ്ങളും ആക്രമണങ്ങളും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി തങ്ങൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അന്ത്യനാളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത്. ഒരു കൊലയാളി മറ്റൊരുത്തിനെ കൊലപ്പെടുത്തുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവനെ കൊലപ്പെടുത്തിയത് എന്ന് പോലും എനിക്കറിയില്ല. മരണപ്പെട്ടവൻ എന്തിനാണ് ഇവൻ എന്നെ കൊലപ്പെടുത്തിയത് എന്ന് ആ മരണപ്പെട്ട വ്യക്തിക്കും അറിയില്ല. അത്തരമൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.